എന്നെ ഏറ്റവും കൂടുതൽ ദൈവവിശ്വാസത്തിൽ നിന്ന് അകറ്റിയ ഒരു ചിന്ത അതാണ്. എല്ലാം അറിയുന്ന ഒരാൾ എല്ലാ അറിവുകളും നേടിക്കഴിയുമ്പോൾ ഒരുമാതിരി ഡിപ്രസിങ് ലൈഫാന്ന് എനിക്ക് തന്നെ മനസ്സിലായി. നാളെ ഒരു പുതിയ കാര്യം, സേർട്ടൻ അല്ലാത്തൊരു കാര്യം സംഭവിക്കും എന്നുള്ളത് കൊണ്ടാണ് ജീവിക്കാൻ ഒരു രസമുള്ളതെന്ന് എൻ്റെ ഒരു തിരിച്ചറിവാണ്. അപ്പം എല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരാൾ ഈ ഒരു പോയിന്റിൽ ഇത്ര അളവിൽ കാറ്റടിക്കും എന്ന് വരെ പോലും അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി എന്തോരം ഡിപ്രസിങ് ലൈഫായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് അത് ദൈവത്തിനാണ് അത് ഏറ്റവും കഷ്ടമായി പോകുന്നത്. അതെ, സർവജ്ഞനായ ദൈവത്തിന്റെ അവസ്ഥ എത്ര ഭീകരമാണ്. അതെ, അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയാൽ മതി. ആളുകൾ വിചാരിക്കുന്നത് എല്ലാം അറിയുന്ന ദൈവം സംതൃപ്തമായി കഴിഞ്ഞാൽ അത്രത്തോളം യൂസ്ലെസ് ആയി പോകുന്ന ഒരാളില്ല. ഇനിയൊന്നും അറിയാനും ഇനിയൊന്നും എക്സ്പ്ലോർ ചെയ്യാനും ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നതാണ് ഏറ്റവും ലോകത്തിലെ ഏറ്റവും ഭീകരമായ അവസ്ഥ. അതെ, അപ്പം അങ്ങനത്തെ ഒരു ദൈവത്തിനെ തന്നെ കണ്ടുപിടിക്കുന്നത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും അസംബന്ധം പിടിച്ച ഒരു സാധനം. അതുകൊണ്ട് അത് നമ്മൾ ആലോചിച്ച് വിഷമിക്കുകയേ വേണ്ട. പ്രപഞ്ചം എന്തായാലും വികസിച്ചുകൊണ്ടിരിക്കുന്നതാണ്, മാറുന്നതാണ്. അപ്പൊ അതെ, അത് സ്വാഭാവികമായിട്ടും അതിന്റെ സാധ്യതകൾ അനാവരണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സ്വയം അതിനൊരു അതിനെ നമ്മളിങ്ങനെ ഒരു ദൈവത്തിന്റെ സങ്കല്പത്തിൽ വെക്കുകയാണെങ്കിൽ സ്വയം അറിയാൻ ശ്രമിക്കുന്ന ഒരു പ്രപഞ്ചത്തിനെ പറ്റി മാത്രമേ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുള്ളൂ. അപ്പോ അതെ, നിരന്തരമായ ക്യൂരിയോസിറ്റിയും നിരന്തരമായ അന്വേഷണവും നിരന്തരമായ കണ്ടെത്തലുമായിട്ട് രസകരമായ ഒരു ജീവിതം ഉണ്ടാകുക എന്നുള്ളത് മാത്രമേ ലൈഫിനകത്ത് എന്തെങ്കിലും മീനിങ് ഉണ്ടാകത്തുള്ളൂ. ജീവിതത്തിന് മീനിങ് ഉണ്ടാകണമെങ്കിൽ തന്നെ സംശയങ്ങൾ ഉണ്ടാകണ്ടേ? അതെ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ സർവജ്ഞനും സർവ്വവ്യാപിയും സ- സർവ്വതും അറിഞ്ഞിരിക്കുന്ന ആയിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ആളിന് യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ്. അതൊരു മരിച്ച ദൈവമാണ്. എല്ലാരും അന്നേരം പറയുന്നത് അത് മനുഷ്യന്റെ യുക്തി കൊണ്ട് ദൈവത്തെ അളക്കരുത്. മനുഷ്യനെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നെങ്കിൽ ദൈവത്തിന് എന്തായാലും